സമയത്തിന്റെ വേഗമായ ചലനം മൂലം പലരും ആ ചടങ്ങിൽ നിന്നും തിരികെ യാത്രയായി. ആ സമയം ദുര്യോധനൻ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. അയാളിലെ ആ തിളക്കമേറിയ കണ്ണുകൾ ആ സൗന്ദര്യമാർന്ന കൊട്ടാരത്തിന്റെ ഭംഗി ആസ്വദിക്കുകയാണ്. പെട്ടെന്നാണ് ദുര്യോധനൻ തന്റെ കാലുകൾ വഴുതി വെള്ളത്തിൽ വീണത്. പെട്ടെന്ന് തന്നെ പാണ്ഡവരും മറ്റുള്ളവരും ചെറിയ ഞെട്ടലോടെ ദുര്യോധനനെ നോക്കി. അവിടെ ആകെ നിശബ്ദതയായി. പക്ഷേ അവിടെ ആകെ ഒരു സ്ത്രീയുടെ ചിരിയുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ ആ സ്ത്രീയിലേക്ക് മാത്രമായി. ദ്രൗപദി. കണ്ടു നിന്ന പാണ്ഡവർക്ക് പോലും അതൊരു പ്രയാസമായി തോന്നി. ചിരിയിൽ മതി മറന്നുപോയ ദ്രൗപദി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കെ പറഞ്ഞു, ഇത് കേട്ട ദുര്യോധനന് ദേഷ്യത്തിലുപരി സങ്കടമായിരുന്നു വന്നത്. തന്റെ പിതാവ് ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത വാക്കുകളായിരുന്നു അത്. അവനിൽ അതാഴ്ന്നിറങ്ങി. തന്റെ നിറഞ്ഞ കണ്ണുകൾ പിതാവിലേക്ക് തെന്നിമാറി. വിഷമമുള്ളിൽ ഒതുക്കിക്കൊണ്ട് ധൃതരാഷ്ട്രർ ആ വാക്കുകൾക്ക് മറുപടി നൽകിയത് ഒരു ചെറു പുഞ്ചിരി കൊണ്ടായിരുന്നു. അറിയാതെ തന്നെ ദുര്യോധനന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ ഒരു കാഴ്ച തന്റെ പിതാവ് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയായിരിക്കും അത്. കൊട്ടാരത്തിനുള്ളിൽ നിന്നും ദുര്യോധനനെ പറ്റി ചില സംസാരങ്ങൾ ധൃതരാഷ്ട്രർ കേൾക്കുവാനിടയായി. ഇടയ്ക്ക് വീഡിയോ സ്റ്റോപ്പ് ഇല്ല കുറച്ചു നേരം എടുക്കും. നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ അതുപോലെ നോക്കിണ്ട്. ഞാൻ ഇവിടെ ഡിസ്കൗണ്ട് എന്താ ചെയ്യാ വിഷയം സ്റ്റോറി ആയിരുന്നു അളിയാ. எப்படி கோர்த்து விடுது. അയ്യോ, അതങ്ങനെ കൊറേ പട്ടികളുണ്ട് അങ്ങനത്തെ. ഇത് ബാക്കി പ്ലേ ആവൂലടാ. അതാ കണ്ടോ, ഇതെന്താ ബഗ്ഗായി കഴിച്ചത്. ഇത് പ്ലേ ആവത്തില്ല ബാക്കി. ബോളിവുഡ് ബെസ്റ്റ് ട്രാൻസിഷൻസ്. 别墅里面唱 K， 水池里面饮龙鱼。我送阿寿茶去喝研么，虾饼直接给我4个大展宏图，大师亲手提笔出，大展宏图，翻来翻在办公室，哎，大展宏图，关公都点头，有料。鸿运不能总是当头，因为当老大说要我就要我的。ഇത് കിടില സീനാണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തിയേറ്ററില്. നല്ല രസമായിരുന്നു അത്. ആ ഒരു രഘുലേ അണ്ണാ മൊബൈൽ ഗെയിമിൽ എടുത്തതാണ്. ഡ്രോബാക്സ് ഉണ്ട്. ഗെയിം കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 POV. യു സോ എ ഗ്രീൻ ജർമ്മൻ ഗേൾ. മൊബൈൽ ഗെയിമിൽ ക്വാളിറ്റി ഉണ്ട്. കണ്ണാടി പുഴയിലെ മൊബൈലില് ഇത് ഏത് ഗെയിമാടാ? എല്ലാരും കളിക്കട്ടെ. ഇത് ഏത് ഗെയിമാടാ? കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 ഗൈസ്. കൊള്ളാടാ മോനെ, കൊള്ളാം. DQ. ഇന്നലെ ഞാൻ ദുൽഖർ വന്നിട്ടുണ്ടായിരുന്നു ലുലു മോളില്. ഞാൻ ആ സമയത്ത് ഇടത്തെ കയ്യിൽ കാടമുട്ടയും വലത്തെ കയ്യിൽ നോർമൽ മുട്ടയും കഷ്ണത്തില് സവോള ഉള്ളി ഇതൊക്കെ ആയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പൊ ആൾക്കാരൊക്കെ ഭയങ്കര അലപ്പ് കേൾക്കണം. എന്നാലാണ് ഞാൻ കൗണ്ടറിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ദുൽഖർ വരുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ അറിയണില്ല. ഞാൻ സവാള ഉള്ളിയൊക്കെ ആയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ നിൽക്കുമായിരുന്നു. കാണാനും പറ്റിയില്ല. എന്തൊരു ഗ്രഹസ്ഥനായി പോയില്ലേ. പിന്നെ ഗ്രഹസ്ഥനായി പോയില്ലേ. We are going to witness the activity.
പുതിയ ഫിലിംസ് എല്ലാം വിഷയമായിരിക്കില്ലേ പുള്ളിയുടെ, എല്ലാം നൈസ് ആയിരിക്കും. മോളിവുഡ് വാസ് കോമഡി ബിക്കോസ് ഓഫ് ദം. Because the Indian Constitution gives all the citizens the right to freedom and the right to life. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആരോടെങ്കിലും മരണ വീട്ടിൽ പോലും മര്യാദ പാലിക്കാതെ കുറച്ച് വ്യൂസിനും ലൈക്സിനും വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരതയുടെ ഉത്തരവാ. വേട്ട അവസാനിച്ചു എന്ന് ഇരങ്ങളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ മുഖ്യമൻ. എന്താലേ എന്റെ പൊന്നോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വീഡിയോ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സാധനം സത്യമല്ലേ, പുള്ളിയുടെ കയ്യില് സിഗരറ്റ് ഇല്ലെന്ന് ആരാ പറയണല്ലേ? എന്തു വന്നാലും അങ്ങനെ ചെയ്യപ്പെട്ടു. എന്റെ വോയിസ് മോഡുലേഷൻ നോക്കുക, ആ ചവയ്ക്കുന്നതിന്റെ ഇത് അതിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. മുറുക്കാൻ ചേർക്കുന്ന ഒരു ഫീൽ കിട്ടി. അവിടെ പോയിരുന്നു, നടക്കില്ല, എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇഷാന്ന് തോന്നുന്നുണ്ടോ? നടക്കില്ല, വേറെ എന്തെങ്കിലും വഴി നോക്കാം. എടാ പുള്ളിയെ ഈ ചിരിപ്പിക്കുന്ന കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്നതേ ഉള്ളു. പ്രൊഫസറാണ് ആള്, മനസ്സിലായ? പ്രൊഫസറാണോ? ഓ എന്റെ അമ്മോ, നല്ല എഡ്യൂക്കേഷൻ, നല്ല ഇതുള്ള മനുഷ്യനാ. നമ്മളെല്ലാ സിനിമയിലും ഇങ്ങനെ ഓരോ ലൈക്ക് ഒന്നും ഇല്ലാത്തൊരു കോമഡി പീസ് റോള് ചെയ്യുന്നേ ഉള്ളു പുള്ളി, മനസ്സിലായുള്ള അജാദ്. ഏത് സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇംഗ്ലീഷ് ആണോ ഗൈസ്? ഏതിന്റെ ഇതാണ്? ഇത് പ്യൂർ ഒബ്സർവേഷൻ സ്കിൽ. ഇത് ആക്ടിങ് സ്കില്ലും ഒബ്സർവേഷൻ സ്കില്ലും ഒക്കെയാണ് ഈ നമ്മളിനകത്ത് കാണുന്നത്. പൊളിറ്റിക്സോ ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് തോന്നുന്നു. ലൈറ്ററിന്റെ സൗണ്ട്, അതെ എക്കണോമിക്സ് ആണ്, എക്കണോമിക്സ്. ഓ ഓക്കെ എക്കണോമിക്സ്. മന്ദാരം വനു ഡെയ്സി ചെയ്തൊരു പ്രഗ്നൻസി RP ആണ്. പ്രസവ RP ഡോക്ടറാ പ്രസവ എടുക്കാൻ. അയ്യപ്പാ ഡേസി, അയ്യപ്പ കാക്ക് കേട്ടോ, അയ്യപ്പ. നാണം കൊണ്ട് പ്രസവം എടുക്കുന്ന നാണം കൊണ്ടാന്ന് തോന്നുന്നു. ഫേസ് ക്യാം ഓഫ് ചെയ്തേട്ടാ പെട്ടെന്ന്, കേട്ടാ? ഫേസ് ക്യാം ഓഫ് ചെയ്ത് ഡോക്ടർ മന്ദാരം. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെ കൊള്ളാല്ലേ? ഡോക്ടർ മന്ദു BCom LLB. ഇത് കുട്ടി മരിച്ചു, ഡേസി മരിച്ചു, ചെറിയ പ്രശ്നം, ഡേസി മരിച്ചു. ഗൈസ് ഇത് ഡേസി ചെയ്തതാണ്. ഡേസി മരിച്ചു വരുന്നത്. That's when my thoughts can be dangerous. അത് കാണണം. That's when I put on my makeup and drown in self-hatred, forget what I'm saying and അടിച്ചു where the beat go. Oh, ain't that something? Drums came in, you ain't see that coming. Hands on my head. ഇത് ഗെയിം അല്ലേ? അല്ലല്ല, ഒറിജിനൽ. Can't tell me nothing, got a taste of the fame and a pull my stomach. ഞാൻ ഇത് ആദ്യം കണ്ടപ്പോ ഞാൻ ഇത് കൺട്രോൾസ് ഒക്കെ ആണെന്ന് വിചാരിച്ച, ഗെയിം ആണെന്ന് വിചാരിച്ചിരുന്നേ. That's when my thoughts can be dangerous. That's when I put on my makeup and drown in self-hatred, forget what I'm saying and where the beat go. Oh, ain't that something? Drums came in, you ain't see that coming. Hands on my head, can't tell me nothing, got a taste of the fame.
കാലൊക്കെ ഇരിക്കുന്നു. ഇത് എന്താടാ ഇത്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കൊക്കെ മന്ത് വന്നാ പോലും കാലിൽ ഇത്ര വലിപ്പം വരൂല. എന്താ നോക്ക്. അയ്യോ, പക്ഷെ ഇപ്പൊ ഇൻസ്റ്റയ്ക്കകത്ത് പുള്ളി മറ്റേ മെസ്സിയെ പറ്റി എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൊറേ വീഡിയോസ് കാണുന്നുണ്ട്. അത് കുറച്ച് കോൺട്രവേഴ്സിയാണ്. അപ്പൊ നമുക്ക് ഞാനിപ്പോ പറയാം. എനിക്കിപ്പോ ഈ പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട് എല്ലാ ജില്ലയിലും ഓരോന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഒരു മെസ്സി ഫാൻസ് പ്ലസ് ഒരു ക്രിസ്ത്യാനോ ഫാൻസിന്റെ അക്രമം കൂടെ എനിക്ക് സഹിക്കാൻ വയ്യാൻ ഉള്ളൊരു ത്രാണിയിലല്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഫുട്ബോളിനെ പറ്റി വലുതായിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാറ്റർക്ക് വിടാം. മനസ്സിലായോ? അണ്ണാ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണ്ടേ? മൈ ഹാഫ് ലൈഫ് സ്റ്റോറി ചാനലിന്റെ അടി വന്ന് നെഗറ്റീവ് കമന്റ് അടിക്കുന്നവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും എന്റെ കഥ അറിയത്തില്ല. ബിക്കോസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഒരു നിമിഷമെങ്കിലും കേട്ട് നിന്നു. കാരണം കേട്ടവരൊക്കെ അങ്ങനെ നിന്ന് കരഞ്ഞിട്ടുള്ളൂ. ഞാൻ ചെറുപ്പം മുതലേ വളർന്നു വന്നത് ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് പേരൻസ് ഉണ്ട്. അമ്മയുടെ ഫാമിലിയിൽ പെൺമക്കൾക്ക് മാത്രമായിരുന്നു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് തൂക്കം കുറഞ്ഞ ഡോക്ടർ പറഞ്ഞു തൂക്കമില്ലാത്തതുകൊണ്ട് കൊച്ചു നിൽക്കാൻ സാധ്യത കുറവാണ്. സോ 2 ദിവസത്തിൽ മരിച്ചു. 2 ദിവസത്തിന് മാത്രം ഇവിടെ ഒരു ചാപ്പിളിന് എന്തിനാന്ന് പറഞ്ഞ എന്റെ അച്ഛൻ പറഞ്ഞു കൊന്നേക്കാൻ പറഞ്ഞു. സോ അത്രയും ക്രൂരായിരുന്നു എന്റെ അച്ഛൻ. സോ ആ ഒരു ടൈമിൽ ഒരു നേഴ്സാണ് എന്നെ എടുത്ത് വളർത്തിയത്. ആ നേഴ്സിന്റെ മുലപ്പാൽ വെച്ച് എന്നെ ഊട്ടി ഇത്രയൊക്കെ എത്തിച്ചു. ഇപ്പോഴും എന്റെ അമ്മ എന്ന സ്ഥാനത്തിൽ ആ ഒരു സ്ത്രീ ഉണ്ട്. മരണത്തിൽ നിന്ന് കരകയറ്റി എന്നെ ആ നേഴ്സ് എന്റെ അപ്പന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിട്ടു. പക്ഷെ ഇപ്പോഴും അവരെന്നോട് മിണ്ടുന്നില്ല. ഏകദേശം 24 വർഷമായി എന്നോട് മിണ്ടിയിട്ട്. പഠിത്തത്തിന് വേണ്ടി അവരെനിക്ക് പൈസ ഒന്നും തരില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് പഠിത്തം നിർത്തി ഞാനിപ്പോ കൂലിപ്പണി. സോ അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഇനി ആകെയുള്ള ലക്ഷ്യം ഈ യൂട്യൂബ് ചാനൽ ഒന്ന് വളർത്തിയെടുക്കാന്ന് മാത്രം. സോ അത് നടക്കുമെന്നറിയില്ല. എന്റെ പൊന്നും കേട്ടിട്ട് തന്നെ മച്ചാ, ഓൾ ദ വെരി ബെസ്റ്റ്. കീപ് ഹാർഡ് വർക്കിംഗ്. സ്ട്രീമൊക്കെ ചെയ്ത് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി ഒരു ദിവസം സെറ്റ് ആവും. വിഷിംഗ് യു വെരി ബെസ്റ്റ്. ഓൾ ദ വെരി ബെസ്റ്റ് മാൻ. നന്നായിട്ട് പോട്ടെ ചാനലൊക്കെ. ആണ് 2028 I asked ChatGPT to cook me chicken and rice. സത്യം ഇതൊക്കെ ആയിരിക്കും ഫ്യൂച്ചർ. ഇതൊക്കെയാ മനസ്സിലായ? ആണ് 3 days എടുത്ത് കംപ്ലീറ്റ് ആക്കിയ വർക്കാണ്. അബിയാർ ബ്രോ, എന്ത് രസം ബ്രോ കാണാൻ. എന്റെ അമ്മോ, എടാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ? ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ പെൻസിലില്ലേ, ഇതുകൊണ്ട് വരയ്ക്കാത്തതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പടം അപ്പി പോലെ ഇരിക്കണം. മനസ്സിലായോ? ഈ പെൻസിൽ വെച്ച് വരച്ചാലേ ശരിയാവുള്ളൂ. പിന്നെ ഈ പെൻസിൽ വെച്ച് വരച്ചാൽ നമ്മൾ വരയ്ക്കൂലേ? ശരിയാ ശരിയാ ശരിയാ. എന്നാലും ഈ പെൻസിലിന് വില കൂടുതലാ, അതാണ് പ്രശ്നം. പിന്നെ ആ പെൻസിലൊക്കെ നല്ല വിലയാ. എടാ വരയ്ക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ. Counter-Strike 2 just witnessed the biggest virtual economy crash in history, wiping out $3 billion overnight. That's because Valve, the company behind CS2, quietly tweaked something called trade-up contracts. So basically, trade-up contracts are an in-game system that lets players exchange and trade weapons. For example, you could trade 10 lower-tier skins for 1 high-tier skin, but there has always been a ceiling. You could never trade your way into knives or... ഇതിൽ ട്രേഡ് ചെയ്ത ആൾക്കാരടുത്ത് ചോദിക്കുവാണ്, CS:GOയിലെ സ്കിൻസ് നമ്മൾ മേടിക്കുന്ന പൈസക്ക് മാത്രമാണോ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്, അതോ നമുക്ക് ഇഷ്ടമുള്ള പൈസക്കും ഗൺസിനും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ആരിലൊന്ന് പറയോ? നമ്മൾ മേടിക്കുന്ന അതേ എമൗണ്ട് തന്നെയാണോ കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് വാല്യൂ?
നോ Our wish. അവർ വിഷ് ആണെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ഇഷ്ടമുള്ളത് of gloves, the most valuable gold tier items in the game, those were obtainable only through pure chance or by buying them for thousands of real dollars. But with this update, players could now trade 5 covert skins for a rare knife or glove. And that single change broke the economics of the gaming marketplace and wiped out half the market. From $6 billion to $3 billion within just 48 hours. Because the most expensive and ultra rare items, knives and gloves, suddenly flooded the market, destroyed their rarity, dropping 30 to 70% in value, while some mid-tier covert skins shot up. Many even started treating these skins like stocks, while multiple lost their entire life savings. Now the market has climbed back to about $4 billion. But it's a fascinating moment in gaming history. A $3 billion virtual crash triggered by a single game update, reminding that even digital... ഇല്ല, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, ഇതുകൊണ്ടാണ് guys ഞാൻ ഇങ്ങനത്തെ ഈ CSGO കളിക്കാത്തത്. ഇതുകൊണ്ടാ എന്റെ പാട്ട്. പിന്നെ ലോസ് വരൂലേ, പിന്നെ എന്റെ ഫ്രണ്ട് നാളെ എന്തോ പുതു കാഴ്ച എന്തോ കൂടെ ആരോ ഇനി പോണതെങ്ങോ മാറും തുണികള് മായും രുചികള് ശീലം പല പല. സ്റ്റക്കായി ഈ വീഡിയോ. ഈ വീഡിയോ സ്റ്റക്കായടാ. കൊള്ളാം ബ്രോ, നൈസ് നൈസ്. ബാക്കി പ്ലേ ആവുന്നില്ല, ഡിസ്കോർഡിന്റെ ബഗ്ഗാ. കൊള്ളാം കൊള്ളാം. മലയാളം സോങ് ഹൗ ആൽക്കഹോൾ ഈസ് മെയ്ഡ്. മുന്തിരി ചതച്ചതിന്റെ നീർ പുളിപ്പിച്ചാൽ വിനാകും. മുന്തിരിക്ക് പകരം ബാർലി അല്ലെങ്കിൽ വീട്ടെടുത്താൽ ബീറാകും. ഈ ബീർ നേദിസ്റ്റിൽ ചെയ്താൽ അതായത് വെള്ളം ബാഷ്പീകരിച്ചതിലെ ആൽക്കോൾ കോണ്ടന്റ് വർദ്ധിപ്പിച്ചാൽ വിസ്കി കണക്ക് പോണേ കോക്ക് പകരൂരു നേരിട്ട് ഓർമ്മയുടെ മേളൊരു വീഡിയോ കാണുമല്ലേ മോനെ, അതിന്റെ ഇടയ്ക്ക് നീ പാട്ട് പാടിയാലും എങ്ങനെ ശരിയാവണേ? ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടല്ലേ ഞാൻ മേലോട്ട് പോയത്. നീന്തിട്ട് ഓടിയൊരുകാരോ വന്നില്ലേ മിഴിയുന്ന തിളങ്ങിയിലേ. നൈസറാ, സൂപ്പർ, കൊള്ളാം. ഇല്ല, ഇനി അവൻ ഇടയ്ക്ക് വീണ്ടും വന്നത് ഇതിൽ ജൂനിപ്പർ ബെറീസ് ചേർത്താൽ ജിനാകും. ബാർലി എന്ത് ചേർക്കുമ്പോഴാണ് ജിന്ന് ഫെർമെന്റേഷൻ ബോട്ട് ഞാൻ ഇനി നാളെ അടുത്ത കേസാവട്ടെ, എനിക്ക് വാറ്റാൻ പറ്റിച്ചെന്ന് പറഞ്ഞു. പകരം പൊട്ടേറ്റോസ് അല്ലെങ്കിൽ കോർൺ എടുത്താൽ വോഡ്കാകും. ഇവിടെ ഷുഗർ കെയിനിന്റെ നീരെടുത്താൽ റമ്മാകും. സത്യമാണ്. ഷുഗർ കെയിനിൻ നാളെ ഈ ചാറ്റിലുള്ള 10 കരിമ്പ് വെട്ടാൻ നിൽക്കും കേട്ടോ. അപ്പുറത്തെ പറമ്പില് എല്ലാരും പൊങ്കലിനാണ്ട് ഇനി വെയിറ്റ് ചെയ്യും. കരിമ്പ് വെട്ടാൻ നിൽക്കണം നാളെ ഇവരൊക്കെ നോക്കുമ്പോര്. മെക്സിക്കൻ സസ്യമായ ബ്ലൂ അഗാവയെടുത്താൽ തെക്കീലാകും. പഴങ്ങൾ തന്നെ പുളിപ്പിച്ച് ഡിസ്റ്റിൽ ചെയ്താൽ അത് ബ്രാൻഡിയാകും. എന്തൊക്കെ ഐറ്റങ്ങളല്ലേ. അണ്ണന്റെ ബോഡി ഇതുപോലെ സെറ്റ് ആക്കിയിട്ട് ലൈവിൽ ഇതുപോലെ വരുമോ? ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഒറ്റൊരു ബാക്ക് റിവീൽ ചെയ്താ എത്ര വർഷമാണ് ക്രിക്കറ്റ് ലൈവിൽ കണ്ടായിരുന്നു. എടാ, നിങ്ങൾ ക്രിക്കറ്റ് ലൈവിൽ സത്യം പറഞ്ഞ എന്താ കണ്ടെന്ന് അറിയാമോ? എന്റെ വയറൊന്നും അല്ല, അത് ചെസ് പാഡാണ്. ചെസ് പാഡ് ഇത്, പിന്നെ നമ്മള് മറ്റേ ഇത് വെക്കണം, നീ പാഡ് വെക്കണം, പിന്നെ ഇത് വെക്കണം, തൈ പാഡ് വെക്കണം, എല്ലാം അണ്ടിപ്പാഡ് AP വെക്കണം. എല്ലാം കുറച്ച് വണ്ണം വെച്ചിരിക്കും. അത് കാണുന്നത് നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ എന്റെ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കും എന്റെ ബോഡി, മനസ്സിലായ? എന്താ പാഡൊക്കെ സോഫ്റ്റ് ആണോ? അത് മേടിച്ചു വെച്ചു നോക്ക്. One captain for all 3 formats, or perhaps different teams, different leaders for different formats. Ideally, as a coach, if you ask me, it's much easier to work with one guy. If you have one captain for all the 3 formats, ideally I'm saying, but it never happens because you got to realize in today's day and age, you can't have a captaining for 12 months in a year because you're playing 10 months of international cricket and then you're playing 2 months of IPL.
So imagine who's going to be leading India, would definitely be leading the franchise. So imagine putting a young guy, captaining the side for 12 months in a year, is putting a lot of toll on his mental being or on his game as well. So ideally it's one, but in today's day and age, it is always better to have two, because obviously that pressure can actually be distributed among two people. Got it right in the end. India win the Champions Trophy. India lift the World Cup. പ്രഷർ ഓർഡർ സത്യമല്ലേ എന്റെ അമ്മോ. വാട്ട് പ്രഷർ. ഫീൽഡ് ചെയ്തപ്പോ കണ്ടായിരുന്നല്ലോ ബ്രോ. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഫീൽഡ് ഈ ഹാർഡ് ബോളിൽ കളിച്ചുകൊണ്ടാണ് ഞാൻ ഫീൽഡ് ചെയ്തപ്പോഴും ഞാൻ പാഡൊക്കെ വെച്ചാണ് ഇറങ്ങിയത്, മനസ്സിലായ? ഇപ്പൊ നിങ്ങൾ ഈ ഇന്റർനാഷണൽ ലെതർ ബോൾ ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിഞ്ഞൂടല്ലേ? ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ദേഹത്ത് ബോൾ ഉള്ളായിരിക്കാൻ വേണ്ടി നമ്മള് അങ്ങനത്തെ പാഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നിക്കുന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ? ദേഹത്ത് ബോളൊക്കെ അടിച്ച് എന്ത് ചെസ്റ്റില് ഞാൻ ചെസ്റ്റ് പാഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, പ്ലീസ് ചെക്ക് ദിസ് ഔട്ട്. ആർട്ടിസ്റ്റ് പ്രണവ് അനൂപ്. എടാ ഇവൻ മറ്റേ തരളമായി ദിങ്മുഖമോ മുഖരമായി തന്ത്രികളിൽ പ്രണവമഴയാ പാട്ടല്ലേ? പഞ്ചഭൂ നിങ്ങൾ രാവിലെ എണ്ണീറ്റിട്ട് ഞാൻ ഒരു കാര്യം പറയാം, കുറച്ച് നേരത്തെ എണ്ണീറ്റിട്ട് ഈ പാട്ട് ഹെഡ്സെറ്റിൽ കേട്ട് ഒരു ഡേ ഒന്ന് തുടങ്ങി നോക്കിയേ. ഈ പാട്ട് പ്രത്യേക ഓറയാണ്. ദേവൻ താരഹാരമണിയും പിന്നിൽ സോമരാഗമണികൾ പൊഴിയുകയാ. വേദവേദാംഗ മധുര പദഗതിയിൽ ദേവദേവാംഗ ശിവത പദഗതിയിൽ ശിലകളുരുകി നീർത്തടങ്ങളായി സുഹൃത പനികൾ ചാമരങ്ങളായി നന്ദി മൃദംഗത്തിൽ ധീമൃത ജതി. കിടിലം ബ്രോ, കിടിലം. ഇതെന്താ തൊപ്പി ലൈവ് എന്ന് പറഞ്ഞ സ്പാം ചെയ്യണം എല്ലാരും? എന്തു പറ്റി തൊപ്പിയുടെ ലൈവിൽ? എന്താ ഇഷ്യൂ? ഞാൻ കാര്യം ചോദിച്ചത് മാരാറെ, ഞാൻ പറയുന്ന കേക്ക്, ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക്. ഓക്കെ, ഞാൻ അടുത്ത യൂണിവേഴ്സിലോട്ട് എന്നെ എൻറർ ചെയ്യിപ്പിക്കരുത്. ഞാൻ വേറെ ലൈവ് നിർത്തിത്തരാം, നിങ്ങൾ എല്ലാവരും അവിടെ പോയി പ്രശ്നം കണ്ടോ, പക്ഷെ എന്നെ അതിലോട്ട് വലിച്ചിടരുത്. ഞാൻ ഇപ്പൊ ഇത്ര ദിവസം വരെ അഖിൽ ചേട്ടന്റെ ഒക്കെ കൂടെ ഞാനിത് കളിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലായ? എനിക്ക് ഒരു കോൺട്രവേഴ്സിയിലൂടെ ഇടാക്കാൻ വയ്യ. ഇത് എന്തിന്റെ പേരിലാന്ന് പോലും എനിക്ക്. ബിഗ് ബോസ് ആണ്, എന്താ പ്രശ്നം? എന്താ ബിഗ് ബോസ് ആണാ? ഇവിടത്തെ ബിഗ് ബോസ് പോലും കാണാത്തവനാണ് ഞാൻ. എന്റെ ഉപദ്രവിക്കരുത്, വെറുതെ വിടണം. ഓക്കെ, ഞാൻ നിർത്താം, ലൈവ് നിർത്താം. നിങ്ങൾ എല്ലാവരും അത് എന്തായാലും ഞാനിപ്പോ ഇതോടെ കണ്ടിട്ട് ഞാൻ നിർത്താന്നുള്ള രീതിയിൽ ഇരിക്കുവായിരുന്നു. നാളെ തൊട്ട് ഗെയിം സ്ട്രീംസ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എന്റെ